ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങൾ, അഭിഷിക്തന്മാർ, അവൻ കൂടപ്പറപ്പുകൾ, ശുശ്രൂഷകന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ആഴ്ചയുടെ പുതിയ ദിവസത്തിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മെ കാത്തു പരിപാലിച്ച് നമുക്ക് വേണ്ടുന്ന സകല നന്മകളും തന്ന് നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും പ്രിയരെ മതിയാവത്തില്ല. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ദൈവം ചെയ്ത നന്മകൾക്ക് നമ്മൾ എപ്പോഴും നന്ദി പറയുന്നവരായി തീരണം. ഓരോ ദിവസവും ദൈവത്തിന് നന്ദി കരയേറ്റുന്ന ഒരു ദൈവ പൈതലാണോ അവന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും തകർച്ചയുടെ കയ്പ് നീർ കുടിക്കത്തില്ല. അവൻ ഒരിക്കലും പരാജയത്തിന്റെ കയ്പ് നീർ കുടിക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? അവനെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം അവന്റെ അകത്തുള്ളത് കൊണ്ട് അവൻ ഒരു കാര്യം വിളിച്ചു പറയും. എത്ര താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും എത്ര പ്രതികൂലങ്ങൾ വന്നാലും എത്ര വിധത്തിലുള്ള റിജക്ഷൻസുകൾ വന്നാലും എന്നെ കാത്തു പരിപാലിച്ച് വഴി നടത്തുന്ന എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഞാനൊരു സാധാരണ ലെവലിൽ ജനിച്ച വ്യക്തിയല്ല, ഒരു അസാധാരണ ലെവലിൽ ജനിച്ച വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ആരോടാണ് ഈ ദൂത് പറയുന്നത്? അവൻ ഏതെങ്കിലും വിഷയത്തിൽ തളർന്ന് അവൻ അവശരായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, രോഗികളായിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ള ദൂതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതീക്ഷ അറ്റുപോയ മേഖലകൾ കാണുമായിരിക്കാം. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ തളർന്ന് പരവശമായി ഇരിക്കുന്നവരായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതിക്കകത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. നിന്റെ കൂടെ ജനിച്ചു വളർന്നവരുണ്ട്, നിന്റെ കൂടെ പഠിച്ചവരുണ്ട്, നിന്റെ സൊസൈറ്റി നിന്റെ കൂടെ വളർന്നവരുണ്ട്, സംസർഗം പുലർത്തുന്നവരുണ്ട്. അവരെ പോലെ ഒന്നും അല്ല നീ അവരിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം എന്താ? നീ ദൈവത്തിന്റെ ഡിവൈൻ പ്ലാനിനകത്താണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ പദ്ധതിക്കകത്താണ് ഞാനെന്നുള്ള ഒരു ബോധ്യം അകത്ത് വ്യാപരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വിളിച്ചു പറ, ഞാൻ ദൈവത്തിന്റെ പദ്ധതിക്കകത്താണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൈവത്തിന്റെ പദ്ധതിക്കകത്താണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നീയും ഞാനും ആയിരിക്കുന്നെങ്കിൽ ദൈവം അറിയാതെ നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല. അതിനായിട്ട് ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുന്ന ഒരു ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ഇപ്പോഴേ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവരും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവരുമായ യഹോവ ഇപ്രകാരം അരുളിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നി ചോര നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കാരണം എന്താ? നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ആമേൻ. എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരു ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചവന്റെ പേരാ യാക്കോബ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം അവൻ യാക്കോബിന്റെ ജീവിത ചരിത്രം. അവന്റെ ഓരോ കാലഘട്ടത്തിലും അവന്റെ ഓരോ ജീവിത ശൈലിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ അവൻ അപ്പനെ പറ്റിച്ചു, സഹോദരനെ പറ്റിച്ചു, എന്തിനേറെ പറയുന്നു, ലാബാനെ പറ്റിച്ചു, അങ്ങനെ ലോകത്തിലുള്ള സകലവരെയും പറ്റിച്ച് അവന്റെ പേരിങ്ങനെയാണ്, ഉബായി എന്നാണ്. എന്ന് വെച്ചാൽ അവൻ കള്ളത്തരത്തിലൂടെ ജീവിച്ചവൻ. അവൻ ദൈവം എടുത്ത് പണിത് അവനെ ദൈവത്തിന് ഭാഗമാക്കി മാറ്റിയ ഒരു വാക്യമാണ്. ഹല്ലേലൂയ. അവൻ യാക്കോബിനെ ഇസ്രായേലേക്ക് മാറ്റിയത് ദൈവത്തിന്റെ പദ്ധതിയാണ്. യാബോക്കിന്റെ കടപ്പുറത്ത് വെച്ച് സകലവരെയും അക്കരെ എത്തിച്ചിട്ട് അവൻ ദൂതന്മാരുമായിട്ട് മൽപ്പിടുത്തം നടത്തി. പകലന്തിയോളം രാത്രിയോളം യുദ്ധം നടത്തിയിട്ട് അവൻ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹം പിടിച്ചു വാങ്ങിയവൻ. നിന്റെ പേരെന്താ? എന്റെ പേര് യാക്കോബ് എന്നാ. പക്ഷെ ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്ന. ഇതാ ദൈവത്തിന്റെ പദ്ധതി. നിന്റെ പേര് മാറ്റുന്ന നിലവാരത്തിൽ ദൈവം നിന്നെ വിളിച്ച് വേർതിരിക്കുന്ന ദിവസങ്ങളും മാസങ്ങളുമായി തീരാൻ പോകുക. ശുശ്രൂഷകന്മാരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, നിന്റെ വഴി ആരും അടച്ചിട്ടില്ല, നിന്റെ ശുശ്രൂഷ ആരും തകർത്തിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നീ നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ സമയത്ത് തന്നെ
Glory be to God. അവൻ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം ഞാൻ ആരോടാ ദൂത് പറയുന്നത്? അവൻ ഇവിടെ ഇതാ വളരെ വ്യക്തമായി യാക്കോബിനോട് പറയുകയാണ്, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് നിന്നോട് കൂടെ ഇരിക്കും. ആമേൻ. ഇത്ര വലിയ ഒരു അഷുറൻസ്, ഒരു ഉറപ്പ് എവിടെ കിട്ടും? ഈ തിരുവചനത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ഇന്ന് പകൽക്കാലം കിട്ടുന്ന ആ ദൈവിക ദൂത് ഇതാണ്. അടുത്ത് പറയുന്നു, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി കടന്നു പോകുമ്പോൾ അത് നിന്നെ അവൻ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ദൈവം നിന്നെ കാത്തു പരിപാലിക്കാൻ സർവശക്തനാണ്. മറ്റാരെക്കാളും നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കൂടപ്പുറപ്പെ അഭിഷിക്തന്മാരെ, ഇന്ന് കേൾക്കുന്ന ഈ വചനം യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, നിന്റെ പേര് മാറുന്ന, നിന്റെ ശുശ്രൂഷ മാറുന്ന, നിന്റെ ജീവിത സാഹചര്യം മാറുന്ന, നിന്റെ അവസ്ഥകൾ മാറ്റുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് ഇസ്രായേലിന്റെ പരിപാലകനായ യേശു ക്രിസ്തു. ആ രക്ഷകന്റെ അടുക്കലേക്ക് ഇന്ന് പകൽക്കാലവും നിങ്ങൾ ആഹ്വാനം ചെയ്ത് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആ വചനത്തിൽ ഉറപ്പിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അതിസമർത്ഥമായ രീതിയിൽ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.